ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്ന കുറച്ച് മീഷോ ഡ്രസ്. വെറും മീഷോ ഡ്രസ് അല്ല, ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടും അതിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. നനച്ചു, യൂസ് ചെയ്തു. സോ പിന്നെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ലക്കിലി കിട്ടിയതാണ്. ഞാൻ ബ്രാൻഡിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആക്സിഡൻ്റലി ഞാനത് ബ്രാൻഡിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ആ ഡ്രസ്സ് ഉണ്ട്. അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ, നിങ്ങൾക്ക് ആ ഡ്രസ്സ് കിട്ടിയെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ആയിരിക്കും. ബിക്കോസ് അതൊരു കാഷ്വൽ ആയിട്ടോ ഒരു കോക്ടെയിൽ പാർട്ടി ഡ്രസ്സായിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ദെൻ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. കണ്ടിട്ടില്ലേ? ഇതെനിക്ക് 299 താഴെ കിട്ടിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് കോയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് 30 രൂപ വരെ എനിക്ക് കുറച്ച് കിട്ടും ഒരു പർച്ചേസിന്. സോ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട്, ആമസോണിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സോ ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഒന്നും എനിക്കറിയത്തില്ല. ഞാനത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ. ഇത് 37 ആണ് സൈസ് കേട്ടോ, 37 ആണ്. ഇതിങ്ങനെ വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പൊക്കെ ഇല്ലേ, അതിന് ഓർമ്മ വരും. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു കഴുത്താണ്. ഇപ്പോൾ കഴുത്ത് താഴ്ന്നു പോവാം, അങ്ങനെ പേടിയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇതിവിടെ ഇങ്ങനെ ഇറുകിയിരുന്നോളും. പിന്നെ ഇതൊരു പഫ് സ്ലീവ് കൈയാണ്, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കൈയാണ്. ഇത് മൊത്തം ചെസ്റ്റ് ഭാഗം മൊത്തം താഴെ വരെ എലാസ്റ്റിഫൈ ചെയ്തിരിക്കുകയാണ്. ദെൻ അതിൻ്റെ താഴേക്ക് വരുവാണെങ്കിൽ ചെറിയൊരു ഫ്ലെയർ ഉണ്ട്. എന്താണെന്നറിയില്ല, ഞാൻ എടുക്കുന്ന എല്ലാ ഡ്രസ്സിനും അടിയിൽ ഫ്ലെയറും സാരല്ല, ഇറ്റ്സ് ക്യൂട്ട്. താഴെ വരെ ഇറക്കമുണ്ട്. എനിക്ക് ആംഗിൾ ലെങ്ത് വരെ ഉള്ളൂ. ഇനിയിപ്പോൾ അറിയത്തില്ല, നനച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കളർ പോവോ ചുരുങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മീഷോയിൽ തന്നെ പല സെല്ലേഴ്സ് ഇത് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും റേറ്റിംഗ് നോക്കി മാത്രമേ നിങ്ങളത് ചൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു അങ്ങനെ വിചാരിക്കില്ലേ. കാരണം ഇതിൻ്റെ സെല്ലറിൻ്റെ ഭയങ്കര റേറ്റിംഗ് നോക്കിയിട്ട് മാത്രമേ ഞാൻ എല്ലാം എടുക്കാറുള്ളൂ. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാറുള്ളൂ. സോ ഇതങ്ങനെ കളറൊന്നും പോകത്തില്ല. നിങ്ങൾക്ക് തുണി കണ്ടാൽ തന്നെ അറിയാം, ചുരുങ്ങത്തില്ല. പിന്നെ ഇതങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിലിംഗ് ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. പുറകും ഫ്രണ്ടും ഒരുപോലെ, നമുക്കത് നോക്കിയാൽ അറിയാം ഏതാണ് ഫ്രണ്ട് ഏതാണ് പുറകെന്നുള്ളത്. അപ്പം ഞാനിത് ലാസ്റ്റ് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമുക്കിനി രണ്ടാമത്തെ ഡ്രസ്സ് നോക്കാം. രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് കൈ കിട്ടിയപ്പോഴേ. എന്താണ്, എനിക്ക് വട്ടായതാണോ അതെയോ ജഗതി പറയുന്ന പോലെ എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് വട്ടായതാണോ എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ശരിക്കും ഒരു ഡീലായിരുന്നു കേട്ടോ. ഇതെനിക്ക് 155, യെസ് എൻ്റെ ഓർമ്മ ശരിയാണ്, 155 രൂപയ്ക്ക് കിട്ടിയ ഒരു ഡ്രസ്സാണ്. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടോ. ഇതൊരു എന്താ പറയുക, ഇതൊരു നീലത്തൊന്നുമില്ല, മുട്ടിൻ്റെ അവിടെ ഉള്ളൊരു ഡ്രസ്സ്, മുട്ടിൻ്റെ അവിടെ വരെ ഇറക്കമുള്ളൊരു ഡ്രസ്സാണ്. അതിന് കൈ ഇങ്ങനെ താഴേക്ക് ഒരു കോക്ടെയിൽ ഡ്രസ്സ് പോലെയൊക്കെ തോന്നും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 150 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എവിടെയെങ്കിലും പോയി വില വെച്ച് മേടിച്ചാലും 150-200 രൂപയാവും ഇല്ലേ. അപ്പോൾ നോക്കൂ, ഇതുപോലെ ഡ്രസ്സ് 150 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ. സോ ഇതിൻ്റെ പേര് വന്നിട്ട്, ഇതിനും പേരില്ല കേട്ടോ. ഇനി അവർ വെട്ടിക്കളഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം. ഇതിന് സൈസും ഇല്ല പേരുമില്ല. എനിക്ക് 150 രൂപയ്ക്ക് കിട്ടി, ഞാനിത് മേടിച്ചു. കാരണം ഇതിപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് പോകുമ്പോഴാണ്, ഇനിയിപ്പം ഇറക്കം കുറഞ്ഞതിന് ലെഗിൻസ് ഇടണമെങ്കിൽ ചെറിയൊരു ആംഗിൾ ലെങ്ത് ലെഗിൻസ് ഇട്ട് നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതേ ഉള്ളേ. ഇങ്ങനെ താഴെ വരെ ഭയങ്കര ഫ്ലെയർഡായിട്ട് അടിയിൽ ലൈനിങ്ങും ഉണ്ട്. പിന്നെ ഇതൊരു റെഡും അല്ല പിങ്കും അല്ലാത്തൊരു കളറാണേ. പിന്നെ അതിൻ്റെ കഴുത്ത് വന്നിട്ട് ഒരു വട്ടം കഴുത്ത്, ഇടുമ്പോൾ വട്ടം, പക്ഷെ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ഡീപ്പായതുപോലെ തോന്നും. പക്ഷെ അല്ല, ഇത് പുറകിൽ നിന്ന് ചേർന്ന് കിടന്നിട്ട് ഇത് അത്യാവശ്യം താഴെയുള്ളൂ. ഓക്കെ, ഇവിടെ 2 കട്ടിലൂടെയാണ് അവർ കൈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്തൊരു ഡ്രസ്സാണ് കേട്ടോ. വളരെ സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സൂപ്പർ ഡ്രസ്സാണേ. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് യാതൊരു കേടുമില്ല, കേട് സംഭവിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ സ്റ്റിക്കർ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇനി എന്തെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒക്കെ ആയിരിക്കാം ഇല്ലേ, ആയിരിക്കും. അല്ലാതെ ഇത്രയും നല്ലൊരു ഇത് ഇനിയിപ്പം നമുക്ക് കാണാത്ത എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഒരു കീറലോ പോറലോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മേ ബി അതായിരിക്കാം. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതുകൊണ്ട് ഇത് സ്റ്റോക്ക് ആവുമ്പോൾ നോട്ടിഫൈ ആവുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് തരാവേ. ഞാൻ സാധാരണ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാതെ ഞാൻ കറക്റ്റായിട്ടുള്ള ആ ഡ്രസ്സിൻ്റെ ഒരു നമ്പർ ഉണ്ടല്ലോ, എസ് സംതിങ്, ആ നമ്പറാണ് ആ നമ്പറാണ് ഞാൻ കൊടുക്കാറുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, വെരി സോഫ്റ്റ് ആണ്. ഇത് വില കുറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്തോ ഒരു അബദ്ധം കൊണ്ട് വിറ്റതാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സും നമ്മൾ നോക്കി. സോ ഇനി വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഉംഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറികളുണ്ട് അവർക്ക്. സോ അപ്പം അവരുടെ ബ്രാൻഡിൽ പെട്ട, ഇനി അവർ തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ആയിരിക്കണം, അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പാവാടയാണ്. ഒരു ബീച്ച് വൈബൊക്കെ നൽകുന്ന ഒരു ഫ്ലെയറും, അത്യാവശ്യം എനിക്ക് ഇവിടം വരെ ഇറക്കം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ കാറ്റൊക്കെ വന്നാലും നമുക്ക് ഇത് മാറിപ്പോയാൽ തന്നെ നമുക്കൊരു ലെഗിൻസ്, ഒരു ടൈറ്റ്സ് ഒക്കെ അടിയിലിടണം. ദെൻ പിന്നെ അതിന് വേറെ പ്രശ്നമൊന്നും, നനച്ചാൽ അതിൻ്റെ ഇത് പോകത്തൊന്നുമില്ല, കോട്ടൺ അല്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് അങ്ങനെ പെയിന്റ് അടിച്ച് കയറ്റിയിരിക്കുന്ന ഒരു പ്രതീതി, അങ്ങനത്തെ ഒരു തുണിയല്ല ഇത്. സോ പ്യുവർ ഒരു പോളിക്കോട്ടൺ അല്ല, ഒരു പോളിയസ്റ്റർ ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് ക്ലോത്ത് ആണ്. ഇതിൻ്റെ അടിയിലും ഫ്ലെയർ ഉണ്ട്. യെസ്, ഞാനൊരു ഫ്ലെയർ കുട്ടിയാണ് കേട്ടോ. യെസ്, കണ്ടോ, ഭയങ്കര രസമാണ്. ഇപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിലും ഇതിപ്പോൾ ഇത്തിരി വില കുറവാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു വേണ്ട ഇത് ഇടണ്ട, ഇത് പെട്ടെന്ന് കീറിപ്പോലെ, അങ്ങനെ ഒരു ചിന്തയും വേണ്ട കേട്ടോ. കീറത്തില്ല. ആ, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ സൈസാണ്. ഇനി ഇതിനകത്ത് പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് പേര് യെസ് ഊംഫാണ് കേട്ടോ. ഊംഫ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പല കളേഴ്സ് വരുന്നുണ്ട്. സോ ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ തേർഡ് ഡ്രസ്. ഇപ്പോൾ ഒരുപാട് വില കുറഞ്ഞു കിടക്കുകയാണ്. സോ എന്താ പറയുക, ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു, വളരെ ചെറിയ ബജറ്റ് മേടിക്കാവുന്ന ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. കണ്ടോ, ഇത് നമുക്ക് അത്യാവശ്യം കോക്ടെയിൽ അല്ലെങ്കിൽ പാർട്ടി, ഒരു എന്താ പറയുക, ഒരു ഔട്ടിങ്, ഒരു ഈവനിങ് ഔട്ടിങ്ങിനൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഇതും അതെ, കളർ പോകുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും യൂസ് ചെയ്തോ, കാരണം അത് അങ്ങനെയാണ്, ആ തുണി അങ്ങനെയാണ് കേട്ടോ. പിന്നെ ദേ അകത്ത് പ്രിന്റ് ഇല്ല, പുറത്ത് പ്രിന്റ്. ഇത് കാണുമ്പോൾ ഇങ്ങനെ പൂക്കൾ എടുത്തെടുത്ത് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. മേ ബി ആ തുണിയുടെ ഒരു ഭംഗിയായിരിക്കാം. ഇതും എനിക്ക് 300 ഇല്ല. ഞാൻ പ്രൈസ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ, കോഡടക്കം. സോ ഇതിങ്ങനെ വരുമ്പോൾ പുറകിലൊരു ചതുരക്കഴുത്ത് വന്നിട്ട് ഇവിടെ ഒരു വീനെക്കിൻ്റെ പ്രതീതിയാണ് വരുത്തുന്നത്. എങ്കിൽ കൂടി അത് ഇങ്ങനെ പോയിരിക്കുന്നത്. നിങ്ങൾക്കത് ഇൻസെക്യൂർ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇത് അകത്തുനിന്ന് ഒരു പിന്നു കുത്താം. ഓക്കെ, ദെൻ കൈ ഭയങ്കര ക്യൂട്ടായിട്ട് വന്നിട്ട് ഇലാസ്റ്റിഫൈഡ് അല്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു നീളമുള്ള കൈയാണ്. നമ്മുടെ ഇവിടം വരെ കിടക്കും. ഒരു 400 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു വേണമെങ്കിൽ ഒരു പാർട്ടി ഡ്രസ്സ് എടുക്കാം, വളരെ സിമ്പിളായിട്ട് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ. സോ ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു ഞൊറി എടുത്തിട്ട് അകത്തുനിന്ന് അവരകത്തുനിന്ന് ഇങ്ങനെ തച്ച് അതൊരു ഞൊറിയാക്കിയേക്കുക. അത് ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. പിന്നെ താഴെ വന്നിട്ടൊരു ആർച്ച് ഇങ്ങനെ കിടക്കുന്നത്, അത് താഴെ വരുമ്പോൾ അത് ഇങ്ങനെ കിടക്കും. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇത് ഇങ്ങനെ ചാടി കിടക്കും. അടിയിൽ വരുമ്പോൾ അതിങ്ങനെ ചാടി ഈ തിരമാലകളൊക്കെ വരുന്നത് പോലെ കിടക്കുവേ. സോ ഇതും ഒരു മുട്ട് അല്ലെങ്കിൽ ആ ഒരു ഇറക്കം വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഓക്കെ, എൻ്റെ അമ്മേ, എനിക്ക് അടിച്ച ലോട്ടറി എന്നൊക്കെ പറയണ്ടേ. ഞാനിങ്ങനെ വെള്ളയും കറുപ്പുമുള്ള ഡ്രസ്സ് നോക്കി നടക്കുക കേട്ടോ. എവിടെയും കിട്ടിയില്ല. അജോയിൽ സെയിൽ നടന്നു, മിന്ത്രയിൽ നടന്നു. പക്ഷേ എൻ്റെ മീഷോ, എൻ്റെ മക്കളെ, പഞ്ചാരക്കുട്ടൻ, യെസ്, ഇതെൻ്റെ പഞ്ചാരക്കുട്ടനാകട്ടോ. ഇത് തൊപ്പിയൊന്നും അല്ല കേട്ടോ, ഇതാണ് ഫ്രണ്ട്. ആദ്യം ഇത് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ അമ്മ ഇത് എന്താണത്, ഇങ്ങനെ വരും. യെസ്, ഇതിനൊരു വള്ളിയുണ്ട്, ബെൽറ്റ് ഉണ്ട്. ദെൻ ഇങ്ങനെ താഴെ വരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, ബ്യൂട്ടിഫുൾ. എനിക്ക് എത്ര രൂപയ്ക്ക് ഇത് കിട്ടി? എനിക്ക് 500-ന് താഴെയാണ് ഇത് കിട്ടിയത്. ഞാൻ മെൻഷൻ ചെയ്തേക്കാം. സോ അതിൻ്റെ കഴുത്ത് വന്നിട്ട്
പുറകിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. പുറകിൽ മുമ്പാന്ന് വിചാരിച്ചു, പക്ഷെ ഇത് മുമ്പാണ്. ഇത് മുമ്പിലേക്ക് ഇടുമ്പോൾ ചാടി ചാടി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കും. അത് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലെയർ ചെയ്തുപോലെ കിടക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. വയറൊന്നും എടുത്ത് കാണിക്കുമൊന്നുമില്ല, കാരണം വലിയ പ്രിൻ്റ് ആയതുകൊണ്ട്. പിന്നെ ദേ ഇതിൻ്റെ കൈ ഒരു രക്ഷയില്ല കേട്ടോ. കൈ ചെറിയൊരു തട്ട് വെച്ചിട്ട് അവരത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വേറെ അങ്ങനെ ഒന്നുമില്ല. ചെറിയൊരു പഫ് സ്ലീവ് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ ഈ കഴുത്തും ഇതിൻ്റെ ആ ഒരു പ്രിന്റുമാണ് ഇതിനെ ഭയങ്കര എലഗൻ്റ് ആക്കുന്നത്. ഇത് ഞാൻ മിറാപരി ഫാഷൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് കേട്ടോ. മിറാപരി അങ്ങനെയല്ലേ? സോ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇപ്പം തപ്പി നോക്കിയാൽ കിട്ടത്തില്ല. സോ ഇതും നോട്ടിഫൈഡ് ആണ് ഞാൻ. സോ ഇതിൻ്റെ എന്തായാലും ഞാൻ കോഡ് കൊടുത്തേക്കാം. ഇത് വരുവാണെങ്കിലും തീർച്ചയായിട്ടും ഞാനിത് താഴെ കോഡ് കൊടുത്തേക്കാം. സോ അപ്പം നമുക്കിതൊന്ന് ഇട്ട് നോക്കിയിട്ട് വരാം കേട്ടോ.